Welcome you all to this Commerce Easy Learning. Calicut യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ബികോം BBA സെക്കൻഡ് സെമിസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ മോഡ്യൂൾ 4 കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂ. അതിൽ ടോപ്പിക് ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. ഓക്കെ, അപ്പോൾ ഇത് മോഡ്യൂൾ 4 കുറേ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് പോയിട്ടുള്ളതാണ്. ആ വീഡിയോസ് ഒന്നും കാണാത്തതുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായാൽ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. Personal selling is an important promotional tool for creating an impression in the minds of customers regarding the products. അതായത് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ആ പറയുന്ന അവരുടെ പ്രൊഡക്റ്റ്, കമ്പനിയുടെ പ്രൊഡക്റ്റ് മൈൻഡിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ആ പറയുന്ന പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂട്ടുകയും കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടാനും കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ആ പറഞ്ഞ പ്രൊഡക്റ്റിന് അത്രത്തോളം ഇംപ്രഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ് ഏതാണെന്ന് പറയുന്നത്. നമ്മുടെ പ്രൊമോഷണൽ ടൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മുടെ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ആ സാധനങ്ങളൊക്കെ വിൽക്കുന്ന രീതിയിലില്ല, പേഴ്സണൽ സെല്ലിംഗ്, പേഴ്സൺ ടു പേഴ്സൺസ് സാധനങ്ങൾ പോയിട്ട് വിൽക്കുക, അല്ലെങ്കിൽ അതിൽ പല രീതിയിലുണ്ട് സ്ട്രാറ്റജീസ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അത് കസ്റ്റമേഴ്സായിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു രീതിയിൽ അതിൽ പേഴ്സണൽ സെല്ലിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രൊമോഷണൽ ടൂൾ ദാറ്റ് ഈസ് എംപ്ലോയ്ഡ് ബൈ ബിസിനസ് ഓർഗനൈസേഷൻസ് ടു അച്ചീവ് ദ സെയിൽസ് ഒബ്ജക്റ്റീവ്. അതായത് അവിടെ കച്ചവടം എത്രത്തോളമാണ് അവർക്ക് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളത് സക്സസ്ഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വഴി തന്നെ ഈ ഒരു പ്രൊമോഷണൽ, അതായത് പ്രൊഡക്റ്റിനെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുപോകുക, സെയിൽസ് ഇൻക്രീസ് ആക്കുക. അതിന് വേണ്ടിയുള്ള സ്ട്രാറ്റജീസിൽ ഒരു സ്ട്രാറ്റജിയാണ് ഏത് ഈ പറഞ്ഞ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ അവർ ഉദ്ദേശിച്ച സെയിൽസിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയിട്ട് വരും. The importance of personal selling can be brought under 3 broad heads. ഈ പേഴ്സണൽ സെല്ലിംഗ് കൊണ്ട് നമുക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയാലും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്തോളം ഉണ്ട് എന്ന് പറയുന്നത് ഇവർ 3 തരത്തിൽ തരംതിരിച്ചിട്ട് പറയുന്നുണ്ട്. കാരണം പേഴ്സണൽ സെല്ലിംഗ് ആവുന്ന സമയത്ത് പല ആൾക്കാർക്ക് പല രീതിയിലായിരിക്കും ഗുണങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 3 ഹെഡായിട്ടാണ് തരംതിരിക്കുന്നത്. ആദ്യം ഇമ്പോർട്ടൻസ് ടു ബിസിനസ്മാനിന് ഈ പറഞ്ഞ പേഴ്സണൽ സെല്ലിംഗ് വെച്ചിട്ട് വല്ല ഗുണമുണ്ടോ? അപ്പോൾ ഗുണമുണ്ട്, അതാണ് നമ്മൾ ഈ ഫസ്റ്റത്തെ പറയുന്നത്. പിന്നെ ആർക്കാ? ഇമ്പോർട്ടൻസ് ടു കസ്റ്റമേഴ്സ്. പേഴ്സണൽ സെല്ലിംഗ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ്ക്ക് എന്താ ഗുണം എന്നുള്ളതാണ് നമുക്ക് അടുത്തത് ഹെഡിൽ പറയുന്നത്. പിന്നെയുള്ളത് എന്താ? ഇമ്പോർട്ടൻസ് ടു സൊസൈറ്റിക്ക് എന്താണ് ഇമ്പോർട്ടൻസ് ഈ പറഞ്ഞ പേഴ്സണൽ സെല്ലിംഗ് കൊണ്ട് നടത്തിയാൽ? അങ്ങനെ 3 ഹെഡായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻസ് ടു ബിസിനസ്മാൻ, ഇമ്പോർട്ടൻസ് ടു കസ്റ്റമർ, ദെൻ ഇമ്പോർട്ടൻസ് ടു സൊസൈറ്റി. ഇനി സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി ചോദിക്കാം, വളരെ ഇമ്പോർട്ടൻസ് ടു ബിസിനസ്മാൻ ഏത് ചെയ്യുമ്പോൾ? പേഴ്സണൽ സെല്ലിംഗ് ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അതല്ല എസ്സേ ടൈപ്പ് ആയിട്ട് ചോദിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഓരോ ഹെഡിങ് കൊടുക്കുന്നു, അതിൻ്റെ കീഴിലേക്ക് എഴുതാം. ഇനി ചിലപ്പോൾ ഇവർക്ക് ഹെഡിങ് മറന്നു പോയാലും പ്രശ്നമില്ല. അതായത് മെയിൻ ഹെഡിങ് ഇമ്പോർട്ടൻസ് ടു ബിസിനസ്മാൻ എന്ന് എഴുതാൻ മറന്നിട്ടുണ്ടെങ്കിൽ അടക്കം നമ്മൾ അല്ലാത്ത ബാക്കി എല്ലാ സബ് പോയിന്റ് ഉണ്ടാവുമല്ലോ ഓരോ ഹെഡിങ്, അത് വെച്ചിട്ട് എഴുതാം എസ്സേ ടൈപ്പായിട്ട് ചോദിക്കുകയാണെങ്കിൽ കേട്ടോ. ചിലവർക്ക് മറന്നാൽ മാത്രമേ ഞാൻ ഈ ഒരു കാര്യം പറയുന്നുള്ളൂ, അല്ലാത്തവർക്ക് ഓരോ ഹെഡ് എഴുതി എഴുതാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ടു ബിസിനസ്മാൻ. അതിൽ കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട് ബിസിനസ്മാൻ ഈ പറഞ്ഞ പേഴ്സണൽ സെല്ലിംഗ് നടത്തുന്ന സമയത്ത്. ഫസ്റ്റ് വൺ, പ്രൊമോഷണൽ ടൂൾ. പേഴ്സണൽ സെല്ലിംഗ് ഈസ് ആൻ ഇഫക്റ്റീവ് പ്രൊമോഷണൽ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ബിസിനസ്മാൻ ഫോർ ഇൻക്രീസിങ് സെയിൽസ്. ശരിക്കും ഒരു പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് അവരുടെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കുറച്ചും കൂടി നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഈ പറഞ്ഞ പേഴ്സണൽ സെല്ലിങ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ്മാൻ അത് നല്ലതാണ്. അവരുടെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ ഏറ്റവും നല്ലൊരു ടെക്നിക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ മെത്തേഡെന്നോ, അല്ലെങ്കിൽ ആ ഒരു നമ്മളൊരു ഒരു പ്രൊമോഷൻ ടൂൾ, ആ പറയുന്ന പ്രൊമോഷൻ ടൂൾ പറയുന്നത് അവരുടെ പ്രൊഡക്റ്റ് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്തിട്ട് പ്രൊമോഷൻ ചെയ്ത് വരുന്നു, സെയിൽസ് ഇൻക്രീസ് ആകുന്നു. അതിന് വേണ്ടിയുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ടൂൾ തന്നെയാണ് നമ്മുടെ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെയിൽസ്മാൻ അവിടെ എന്ത് ചെയ്യുന്നു? പേഴ്സണൽ സെല്ലിംഗ് ആകുമ്പോൾ അവരുടെ ആ പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. കസ്റ്റമേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സ് അതിൽ അട്രാക്റ്റ് ആവുന്നു, ഇഷ്ടപ്പെടുന്നു, അവർ ആ പ്രൊഡക്റ്റ് വാങ്ങും. അപ്പോൾ ആർക്കാ ലാഭം? ഈ പറഞ്ഞ ബിസിനസ്മാനിലെ ലാഭം. അവരുടെ പ്രൊഡക്റ്റ് അവിടെ എത്തിക്കിട്ടി, അത്രയേ ഉള്ളൂ അല്ലേ? കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കിട്ടി, അവർക്ക് എന്താ കച്ചവടം നടന്നു തന്നെയാണ്. അപ്പോൾ ബിസിനസ്മാന് ലാഭമാണ്. ഇതൊരു പ്രൊമോഷൻ ടൂൾ തന്നെയാണ്. രണ്ടാമത്തേത് എന്താ? ഫ്ലെക്സിബിൾ ടൂളാണിത്. മാറ്റാം, അല്ലെങ്കിൽ റിജിഡ് ആയിട്ടല്ല.
Personal selling is the most flexible tool of promotion. Sales presentations is adjusted according to the requirements of the customers. അതേപോലെ നമുക്കപ്പോൾ സെയിൽസ്മാൻ ഈ പറഞ്ഞ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ടും ഫിക്സഡ് ആയിട്ടുള്ള കാര്യമല്ല പറയാം. ഓരോ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് വേറെ രീതിയിലാണ്. നമുക്കറിയാം ഏത് കസ്റ്റമേഴ്സ് ഏത് രീതിയിലാണ് പോകുന്നത്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്. അപ്പോൾ നമ്മൾ അവരെ അതിലേക്ക് എന്താ പറയുക, ആ പറഞ്ഞ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാനുള്ള സ്ട്രാറ്റജീസിലേക്ക് നമ്മൾ ആ ടെക്നിക്കിൽ നമ്മൾ കൊണ്ടുപോകും. ചില ആൾക്കാർക്ക് പ്രൈസിൽ തന്നെയാണ് മുഖ്യം പറഞ്ഞ് നമ്മൾ അതിനെ പ്രൈസിൽ തന്നെ അത്രത്തോളം നിൽക്കും. ഈ പറഞ്ഞ പ്രൊഡക്റ്റ് മറ്റേ പ്രൊഡക്റ്റിനെക്കാട്ടി നല്ലതാണ്, പ്രൈസ് കുറവാണ് എന്നുള്ളതിൽ തന്നെ നമ്മൾ ഇത് നിൽക്കും. അതായത് ഓരോ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് മാറ്റി സംസാരിക്കുക പറഞ്ഞാൽ അവർക്ക് ഒരു നാക്ക് അറിയാൻ പറ്റും അല്ലേ, സംസാരിക്കാനുള്ളത്. ആ രീതിയിൽ പലത് ഫിക്സഡ് ആയിട്ടുള്ള കാര്യമല്ല, അത് ഫ്ലെക്സിബിൾ ടൂളാണ്. എങ്ങനെ പോയാലും ബിസിനസ്മാനിൽ ലാഭം, സെയിൽസ് കച്ചവടം നടക്കുമല്ലോ. പിന്നെയുള്ളത് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മിനിമൈസ് വേസ്റ്റേജ് കുറയും. കാരണം ബിഫോർ സ്റ്റാർട്ടിങ് വിത്ത് ദ പേഴ്സണൽ സെല്ലിംഗ് ദ കമ്പനി ക്യാൻ ചൂസ് ദ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഇറ്റ് ഹാസ് ടു ഡീൽ വിത്ത് ആൻഡ് പ്രിപ്പയർ ദ പ്രസൻറ്റേഷൻ അക്കോർഡിംഗ് ടു ദ സെയിം. ദിസ് റിസൾട്ട് ഇൻ റിഡക്ഷൻസ് ഓഫ് വേസ്റ്റേജ്. കാരണം എന്താ, ഈ പറഞ്ഞ വേസ്റ്റേജ് കുറയും. കാരണം നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണതിന് മുന്നേ ഇവർ പേഴ്സണൽ സെല്ലിംഗ് കമ്പനി തന്നെ പേഴ്സണൽ സെല്ലിങ്സ് അയക്കുവാണെങ്കിൽ കസ്റ്റമേഴ്സ് എത്രത്തോളം ആ പറഞ്ഞ പ്രൊഡക്റ്റ് നിലവിൽ വന്നാൽ എത്ര പേര് വാങ്ങും, നമുക്ക് ശരിയായിട്ട് വരുമോ എന്നുള്ളതൊക്കെ നേരത്തെ കൂട്ടി അറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് വേസ്റ്റേജ് എന്ന് പറയുന്നത് കുറയ്ക്കാൻ സാധിക്കും. പിന്നെയുള്ളത് കസ്റ്റമർ അറ്റൻഷൻ. The level of customer attention and interest can easily be assessed under personal selling. കാരണം പേഴ്സണൽ സെല്ലിംഗ് നടത്തുന്ന സമയത്ത് കസ്റ്റമേഴ്സിൻ്റെ അറ്റൻഷൻ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അല്ലേ പോയി സംസാരിക്കുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധ നമ്മുടെ പ്രൊഡക്റ്റിൽ മേൽ ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊക്കെ ഈസി ആയിട്ട് സാധിക്കും. പിന്നെയുള്ളത് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്. പേഴ്സണൽ സെല്ലിംഗ് എയിംസ് അറ്റ് ഡെവലപ്പിംഗ് ഗുഡ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെയിൽസ് പേഴ്സണൽ ആൻഡ് ദ കസ്റ്റമേഴ്സ് ടു ഇൻക്രീസ് ദ സെയിൽസ് ഇൻ ലൈൻ വിത്ത് വിൻ ആൻഡ് വിൻ ഫിലോസഫി. ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എന്താ, അവർ കസ്റ്റമേഴ്സും ഈ പറഞ്ഞ സെയിൽസ്മാനുമായിട്ട് നല്ല റിലേഷൻ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ, അവർ സാധനങ്ങൾ വാങ്ങുന്നു, അവർ പറഞ്ഞ വാക്കുകൾക്ക് ഇവർക്ക് വിശ്വാസമായിട്ട് വരും. കാരണം അവർ പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതെല്ലാം ഇവർ യൂസ് ചെയ്യുന്നു, അവർക്ക് സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ അവർ നെക്സ്റ്റ് ടൈമിൽ ഇവരെ പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ ഇവർ വാങ്ങും. കാരണം അവർക്ക് ഓൾറെഡി വിശ്വാസം വന്നല്ലോ. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ്. പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വാങ്ങുമ്പോൾ ചിലപ്പോൾ അവരെന്തെങ്കിലും ഓഫേഴ്സോ വേറെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അതൊക്കെ അവർ കമ്പനിയും കാര്യങ്ങളും തീരുമാനിക്കുന്നത്. പക്ഷേ എങ്കിലും അതും തന്നെയാണ് പേഴ്സണൽ സെല്ലിംഗ് ആണ്. അപ്പോൾ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഡ്യൂറേഷൻ ഉണ്ടാവും എന്നുള്ളത്. നെക്സ്റ്റ് ഈസ് പേഴ്സണൽ റാപ്പിഡ്. അതായത് നല്ലൊരു പേഴ്സണൽ റാമ്പോ ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. അത് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. ആരൊക്കെ തമ്മിലെന്ന് അറിയോ, സെയിൽസ് പേഴ്സണും പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിനും കൂടി ഉണ്ടാവും. നോർമൽ സാധാരണ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഉണ്ടാവും, അതേപോലെ തന്നെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തും ഉണ്ടാവും. കാരണം പുതിയൊരു പ്രൊഡക്റ്റ് അവർ ചിലപ്പോൾ അവർ കൺസ്യൂമേഴ്സ് ആയിട്ടുണ്ടാവില്ല, നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുമായി യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, ജസ്റ്റ് അവർ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സാണ്. പക്ഷേ നമ്മൾ ആ പറയുന്ന സെയിൽസ് പേഴ്സൺ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവർ ആ പറയുന്ന പ്രൊഡക്റ്റിൽ അട്രാക്റ്റ് ആവുകയും ഇംപ്രഷൻ ആവുകയും ആ പ്രൊഡക്റ്റ് വാങ്ങാനുള്ളൊരു ഇൻട്രസ്റ്റ് കാണിക്കും. അതാണ് മെയിൻ. അപ്പോൾ അവർ തമ്മിലൊരു റാമ്പോ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ ബിസിനസ്മാന് നല്ലതല്ലേ കാര്യം. കാരണം എന്താ, അവരുടെ പ്രൊഡക്റ്റ് അവർക്ക് വേഗം സെയിൽസ് ആകാൻ പറ്റുന്നു. പിന്നെയുള്ളത് 7th വൺ, റോൾ ഇൻ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ബൈ ഡിസ്ക്രൈബിംഗ് ദ മെറിറ്റ്സ് ഓഫ് എ പ്രൊഡക്റ്റ് ആൻഡ് പെർസ്യൂഡിംഗ് ദ കസ്റ്റമേഴ്സ് ടു പർച്ചേസ് ഇറ്റ്. സെയിൽസ് പേഴ്സൺസ് ഹെൽപ്പ് ഇൻ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. ഇവിടെ പുതിയൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മാർക്കറ്റിൽ. അങ്ങനെ ആവുമ്പോൾ ഏറ്റവും കൂടുതൽ TV-യിലായാലും വേറെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ആഡ് കൊടുക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഡീറ്റെയിൽസ് കുറച്ചുകൂടി ഡീപ്പായിട്ട് കിട്ടും. ഏത് മെത്തേഡിലാണെന്ന് അറിയോ സെയിൽസ് പ്രൊമോഷൻ കിട്ടുന്നത്? ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, the next, link with customers. Personal selling act as a link between the business firms and its customers by playing a persuasive and informative role. അതായത് കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ലിങ്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു. കാരണം ആ പറയുന്ന പേഴ്സണൽ സെല്ലിങ്ങിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ബിസിനസ് ഫേമും കസ്റ്റമേഴ്സും തമ്മിലൊരു ടൈപ്പ് ആക്കുക. ടൈപ്പ് എന്ന് ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒരു കണക്ഷൻസ് ആണ്. കാരണം അവരുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് തന്നെ വാങ്ങിപ്പിക്കുക അല്ലെങ്കിൽ അവർ വാങ്ങുക. അപ്പോൾ അവർ ആ പറയുന്ന കാര്യങ്ങളിലേക്ക് അവർക്ക് കുറച്ചും കൂടി ആ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും ഫീച്ചേഴ്സ് ആയാലും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയാൽ കസ്റ്റമേഴ്സ് അപ്പോൾ അതെന്ത് ചെയ്യും, കുറച്ചുകൂടി അട്രാക്റ്റ് ആയി അവർ ആ പ്രൊഡക്റ്റ് തന്നെ എന്ത് ചെയ്യുള്ളൂ, വാങ്ങുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഈസ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്.
പെട്ടെന്ന് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. കാരണം എന്താ, ഡയറക്റ്റ് പേഴ്സണൽ സെല്ലിംഗ് അല്ലേ, കസ്റ്റമേഴ്സിനടുത്ത് ഡയറക്റ്റ് പോയിട്ട് സെയിൽസ്മാൻ പറയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അപ്പം തന്നെ ഫീഡ്ബാക്ക് റെസ്പോൺസ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, ദിസ് ഈസ് ദ ഓൺലി മാർക്കറ്റ് പ്രൊമോഷൻ ടെക്നിക്സ് ദാറ്റ് പ്രൊവൈഡ് ആൻ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. ഈ ഒരു മാർക്കറ്റ് പ്രൊമോഷൻ മാത്രമാണ്, അതായത് പേഴ്സണൽ സെല്ലിംഗ് മാത്രമാണ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഫീഡ്ബാക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാനുള്ള ഒരു കാര്യം ഇത് മാത്രമാണ്. ഓക്കെ, then next, individual services. Salesmanship offers individual services. It can meet personal expectations of buyers. ഇറ്റ് ലീഡ്സ് ടു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ ഇൻഡിവിജ്വൽ സർവീസസ് ആണ്, അതായത് ഓരോ കസ്റ്റമേഴ്സിനും അവർക്ക് എന്താണ് സർവീസ് വേണ്ടത്, നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ കമ്പനി എന്തൊക്കെ സർവീസാണ് അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം അവർക്ക് സർവീസ് നൽകി ചെയ്യേണ്ടത് എന്നുള്ളത്. ചിലപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഡാമേജ് ആവുക എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിന് അവർ പറയും ചിലപ്പോൾ 1 കൊല്ലത്തിനുള്ളിൽ ഞങ്ങളുടെ ഇൻഫോം ചെയ്താൽ മതി, ഒരു 1 ഇയറിൻ്റെ ഉള്ളിലും വാറണ്ടി ഉണ്ട്, ഞങ്ങൾക്ക് തന്നെ തന്നാൽ ഞങ്ങളത് എന്ത് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സർവീസ് ചെയ്ത് തരുന്നു, ശരിയാക്കി തരുന്നു, നിങ്ങൾ ഒരു പൈസയും ഈടാക്കേണ്ട കാര്യമില്ല, ഞങ്ങളൊന്നും ഈടാക്കില്ല, നിങ്ങൾ തരേണ്ട കാര്യമില്ല. അങ്ങനെ പല രീതിയിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഓരോ കസ്റ്റമേഴ്സിനും നമ്മൾ കെയർ ചെയ്യും. ഓക്കെ, അതായത് പേഴ്സണൽ സെല്ലിംഗ് അല്ലേ വരുന്നേ, അതുകൊണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് കസ്റ്റമർ കോൺഫിഡൻസ്. By systematic sales talk and presentation, a capable salesman can remove all doubts, queries, objections and misunderstanding and can win customers' confidence. ഇവിടെ കസ്റ്റമേഴ്സ് കോൺഫിഡൻസ് നല്ല രീതിയിൽ കിട്ടും. കാരണം കസ്റ്റമേഴ്സിന് വരുന്ന കുറേ അവർക്ക് മൈൻഡിൽ വരുന്ന കുറേ ക്വസ്റ്റ്യൻസ്, ഡൗട്ടുകൾ, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു തെറ്റിദ്ധാരണകൾ, അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ആര് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു? ഈ പറഞ്ഞ സെയിൽസ് പേഴ്സൺ, സെയിൽസ് ചെയ്യുന്ന ആൾ ഡയറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ആവും. കാരണം അവർക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അങ്ങനെയൊക്കെ കസ്റ്റമേഴ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എന്താ, ആർക്കാണ് നല്ലത്? ബിസിനസ്മാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോയിന്റ് എല്ലാം ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ്മാൻ്റെ കീഴിൽ പറയാൻ കാരണം. റൈറ്റ്, ദ നെക്സ്റ്റ് ഈസ് ഇംപ്രൂവിങ് ഇമേജ്. Salesmanship can remove an bad image or misunderstanding of the customers by highlighting the achievements and offers of the company. It helps in restoring company image and reputations in market. അതായത് ഇംപ്രൂവിങ് ഇമേജ് കമ്പനിയുടെ ഇമേജ് കുറച്ചും കൂടി നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. കാരണം എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഏതെങ്കിലും ബാഡ് ഇമേജ് ഒക്കെ ഉണ്ടെങ്കിൽ സെയിൽസ്മാൻഷിപ്പ് അല്ലെങ്കിൽ സെയിൽസ്മാൻ പേഴ്സൺ സെല്ലിങ്ങിലൂടെ സെയിൽസ്മാൻ എന്ത് ചെയ്യുന്നു, അതിനൊക്കെ ഓവർകം ചെയ്ത് കറക്റ്റായിട്ടുള്ള രീതിയിലൊക്കെ പറഞ്ഞ് സത്യാവസ്ഥകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഡീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഈ കമ്പനിയുടെ ഇമേജും എന്താവുന്നു, നല്ല രീതിയിൽ ഇംപ്രൂവ് ആവുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ കസ്റ്റമേഴ്സ്, ഈ പറഞ്ഞ ബിസിനസ്മാനും എന്ത് തന്നെയാണ്, ലാഭമാണ്. അവരും അവരുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സൊക്കെ വാങ്ങുമ്പോൾ ഇവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലാഭം വരും. ഓക്കെ, ഇത്രയുമാണ് ഇമ്പോർട്ടൻസ് ടു ആർക്ക് തമ്മിൽ പറഞ്ഞത്, ബിസിനസ്മാൻ. ഓക്കെ, ഇനിയുള്ളത് നമ്മൾ ആർക്കാണ് നോക്കേണ്ടത്, ഇമ്പോർട്ടൻസ് ടു കസ്റ്റമേഴ്സ്. ഇങ്ങനെ പേഴ്സണൽ സെല്ലിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള കസ്റ്റമേഴ്സിന് എന്താ ബെനിഫിറ്റ്? ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈയിങ് നീഡ്സ്. Personal selling identify the needs and requirements of the customers. This helps in satisfying the customers by providing suitable products. കസ്റ്റമേഴ്സിന് ഏതൊക്കെ പ്രൊഡക്റ്റാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ കാരണങ്ങളൊക്കെ ഏതൊക്കെയാണോ, എല്ലാ കസ്റ്റമേഴ്സും ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആയിരിക്കും വാങ്ങുക, എല്ലാവരും ഒരേപോലത്തെ പ്രൊഡക്ട്സ് ആയിരിക്കില്ല. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സും ഡിഫറെൻറ്റ് ടേസ്റ്റ് പ്രിഫറൻസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിൾ പ്രൊഡക്ട്സ് എല്ലാം ആര് കാണിച്ചു കൊടുക്കുന്നു? ഈ പറഞ്ഞ സെയിൽസ്മാൻ അവർക്ക് ആ പറഞ്ഞ പ്രൊഡക്റ്റിനും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ആ കസ്റ്റമേഴ്സുകാർക്ക് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കസ്റ്റമേഴ്സുകളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ആ പ്രൊഡക്റ്റ് കാണിച്ചു തരുന്നു എന്നുള്ള രീതിയിൽ. പിന്നെയുള്ളത് ലേറ്റസ്റ്റ് മാർക്കറ്റ് ഇൻഫോർമേഷൻ. കസ്റ്റമേഴ്സിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ, മാർക്കറ്റ് ഇൻഫോർമേഷൻസ് ഏതൊക്കെയാണോ പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, പുതിയൊരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്, അതിനുള്ള ഗുണങ്ങൾ ഇങ്ങനെയാണ്, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പകരം വേറൊരു പ്രൊഡക്റ്റ് ഇതാണ് വന്നിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുള്ളൊരു ന്യൂസൊക്കെ നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു ഈ പറഞ്ഞ സെയിൽസ്മാൻ ഉള്ളതുകൊണ്ട്, അതായത് പേഴ്സണൽ സെല്ലിംഗ് ഉള്ളത് കൊണ്ട് കേട്ടോ. ദെൻ പറയുന്നത് എക്സ്പേർട്ട് അഡ്വൈസർ. എക്സ്പേർട്ട് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നു. അപ്പോൾ പിന്നെ കസ്റ്റമേഴ്സിന് ഒരു അഡ്വൈസ് കിട്ടിയ പോലെ, ഒരു വഴികാട്ടിയ പോലെ, ഒരു ഗൈഡായിട്ടൊക്കെ നമുക്ക് ഈ പറഞ്ഞ പേഴ്സണൽ സെല്ലിംഗ് ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് പറയാൻ പറ്റും അല്ലേ. പേഴ്സണൽ സെല്ലിംഗ് ചെയ്യുമ്പോൾ അവർക്ക് കസ്റ്റമേഴ്സിന് ചിലപ്പോൾ അറിയില്ലായിരിക്കും, പക്ഷേ അവർക്കൊരു ഗൈഡ് ലൈൻസ് ഒക്കെ അവർക്ക് കൊടുക്കാൻ സാധിക്കും. ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെയുള്ളത് ഇൻഡ്യൂസ് കസ്റ്റമേഴ്സ്. പേഴ്സണൽ സെല്ലിങ്സ് ഇൻഡ്യൂസ് കസ്റ്റമേഴ്സ് ടു ബൈ ന്യൂ പ്രൊഡക്ട്സ് ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദർ നീഡ്സ് ഇൻ എ ബെറ്റർ വേ. അതായത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അതായത് ശരിക്കും കസ്റ്റമേഴ്സിനെ ഒരു പ്രൊഡക്റ്റും വാങ്ങാത്ത ആൾക്കാരെയൊക്കെ കസ്റ്റമേഴ്സിലേക്ക് മാറ്റുകയും കസ്റ്റമേഴ്സിനെ കൺസ്യൂമേഴ്സിലേക്ക് മാറ്റുകയും ചെയ്യാൻ ഈ പറഞ്ഞ സെയിൽസ് പ്രൊമോഷൻ ശരിക്കും സെയിൽസ് പ്രൊമോഷനിൽ ഈ പറഞ്ഞ പേഴ്സണൽ സെല്ലിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂൾ തന്നെയാണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് എന്താണ് ഒരു ഇമ്പോർട്ടൻസ് ഇൻഡ്യൂസ് കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പ്രൊഡക്റ്റൊക്കെ വാങ്ങാനുള്ളൊരു ടെൻഡൻസിയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഏത് പറയുന്നത് ഈ പറഞ്ഞ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് കസ്റ്റമേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ഡെമോൺസ്ട്രേഷൻ. കസ്റ്റമേഴ്സിന് ഈ പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അത് എങ്ങനെ ഹൗ ടു യൂസ് എന്നുള്ള രീതിയിലൊക്കെ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചൊക്കെ കൊടുക്കുന്നത് ഈ പറയുന്ന പേഴ്സണൽ സെല്ലിംഗ് നടത്തുന്ന സെയിൽസ്മാനോ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ആരാണോ പറഞ്ഞോ അവരായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ആയാലും ഈ പറഞ്ഞ കസ്റ്റമേഴ്സിന് യൂസ്ഫുള്ളാണ്. ഇനിയുള്ളത് ഇമ്പോർട്ടൻസ് ടു സൊസൈറ്റിക്ക് എന്താ ഇപ്പോൾ ഗുണം എന്താ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താ ഈ പറഞ്ഞ പേഴ്സണൽ സെല്ലിംഗ് കൊണ്ട് ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കൺവേർട്സ് ലേറ്റസ്റ്റ് ഡിമാൻഡ്. പുതിയ ഡിമാൻഡൊക്കെ നന്നായിട്ട് അവർക്ക് സൊസൈറ്റിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം പേഴ്സണൽ സെല്ലിംഗ് ഹെൽപ്സ് ഇൻ കൺവേർട്ടിങ് ലേറ്റസ്റ്റ് ഡിമാൻഡ് ഇൻ ടു ഇഫക്റ്റീവ് ഡിമാൻഡ്. പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ഡിമാൻഡിനെ നമുക്കത് ഇഫക്റ്റീവ് ഡിമാൻഡിലേക്ക് മാറ്റിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഈ പറഞ്ഞ പേഴ്സണൽ സെല്ലിംഗ് കൊണ്ട്. ദിസ് റിസൾട്ട് ഈസ് മോർ പ്രൊഡക്ഷൻ. ഇങ്ങനെയുള്ളൊരു കാര്യം സംഭവിച്ചാൽ പ്രൊഡക്ഷൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും. പ്രൊഡക്ഷൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസിൻ്റെ ലെവൽ ഓൾറെഡി എന്തുണ്ടാവും ഇൻക്രീസ് ആവില്ലേ, വിച്ച് ഇൻ ടേൺസ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അതായത് GDPയുടെ ലെവൽ, കാരണം എന്തായാലും പ്രൊഡക്ഷൻ ഉൽപ്പാദനമെല്ലാം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് GDP ലെവൽ ഇൻക്രീസ് ആവുന്നു. പിന്നെയുള്ള അഡ്വാൻറ്റേജ് എന്താ സൊസൈറ്റിക്ക്? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ജോലി സാധ്യതയുണ്ട്. ഓക്കെ, പേഴ്സൺ സെല്ലിംഗ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റി ടു അൺഎംപ്ലോയ്ഡ് പീപ്പിൾസ് ടു വർക്ക് ആസ് എ സെയിൽസ് പേഴ്സൺസ് ഫോർ ഏർണിംഗ് ഇൻകം. അതായത് ജോലി ഇല്ലാതെ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ ജോലി ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയുള്ളവർക്കൊക്കെ സൊസൈറ്റിയിൽ നിന്ന് ഈ പറഞ്ഞ ജനങ്ങളെയൊക്കെ ഈ പറഞ്ഞ സെയിൽസ് പേഴ്സൺ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത പോരെ, അവരല്ലേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സ് അടുത്ത് പറയുന്നത്. അപ്പോൾ അവർക്ക് അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു ജോലിക്ക് സാധ്യത, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം തന്നെയാണ് ഏത് പോസ്റ്റ് എന്ന് പറയുന്നത് ആസ് എ സെയിൽസ് പേഴ്സൺ ആയിട്ട് ജോലി ചെയ്യാൻ. അപ്പോൾ അവർക്കൊരു വരുമാനവും കിട്ടും. അപ്പോൾ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്താ ടു ബി ഇൻക്രീസ്ഡ്. ഓക്കെ, അപ്പോൾ അതും ഒരു സൊസൈറ്റിക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെയുള്ള പോയിന്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ദാറ്റ് ഈസ് പേഴ്സൺ സെല്ലിംഗ് പ്രൊവൈഡ്സ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ടു എഡ്യൂക്കേറ്റ് യൂത്ത്. അതായത് ഈ പറയുന്ന പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് ഇപ്പോൾ എന്തായാലും ജോലി സാധ്യതയുണ്ടെന്ന് പറഞ്ഞു, നമ്മൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു. അതേപോലെ അവർക്ക് ആ ജോലി കിട്ടിയാൽ അവരുടെ സ്റ്റാൻഡ് ഓഫ് ലിവിങ് അവർക്ക് ഇൻക്രീസ് ആവുന്നില്ല, ഹൈ ആവുന്നു. അപ്പോൾ അവർക്ക് സാലറി എല്ലാ മാസം സാലറി കിട്ടുന്നു, അതിന് നല്ല രീതിയിൽ വർക്ക് ചെയ്ത ഇൻസെൻറ്റീവ്സ് കിട്ടും. അങ്ങനെ ആകുമ്പോൾ അവരുടെ ഒരു ജോബ്, അവർ നിൽക്കുന്ന ഒരു പൊസിഷൻ ലെവൽ എന്താവുന്നു, കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ജനങ്ങൾ പൊതുവെ സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ളൊരു ജോലിയുള്ള ആൾക്കാരിനെയും ജോലി ഇല്ലാത്ത ആൾക്കാരെയും സൊസൈറ്റി നോക്കുന്ന രീതിയും മാനിക്കുന്ന രീതിയും ഡിഫറെൻറ്റാണ്. ജോലിയുള്ളവരെ സൊസൈറ്റി എന്ന് മാനിക്കും ഇല്ലേ, അതേപോലെ തന്നെ ഈ ഒരു നമുക്കൊരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ ജോബിൽ കുറച്ചും കൂടി ഹയർ പൊസിഷൻസ് ആകുമ്പോൾ റെസ്പെക്റ്റ് ഉണ്ടാവും. ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് ചിലപ്പോൾ ഓരോ പൊസിഷൻ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ഓഫേഴ്സ് കമ്പനി തന്നെ തരും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കാർ അവർ പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹൗസിങ് ഫെസിലിറ്റീസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് ഓഫ് ലിവിങ് മാറുന്നു, നമുക്ക് കുറച്ചും കൂടി കെയർ കിട്ടുന്നു, നമ്മൾ അത്രത്തോളം സേഫാണ്. അപ്പോൾ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പിന്നെയുള്ളത് പോയിന്റ് മൊബിലിറ്റി ഓഫ് എ സെയിൽസ് പീപ്പിൾ. ദ job of sales personnel is very attractive as it provides opportunity for traveling to different destinations within a country as well as to outside world. ഇത് ശരിക്കും നമ്മളിപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന ആൾക്കാർ പറയുന്ന ഒരു വാക്കാണിത് അല്ലേ. ഈ സെയിൽസ്മാനൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഡയലോഗ് അവർ പറയാറുണ്ട്. എന്തുകൊണ്ട് ഹൗ യു ചൂസ് ദിസ് ജോബ് എന്ന് ചോദിക്കാറുണ്ടാവും ഇൻ്റർവ്യൂക്കാരൊക്കെ. അപ്പോൾ അവരെങ്ങനെയായിരിക്കും മറുപടി പറയുക? എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഓരോ ആൾക്കാരെ കാണാൻ പറ്റും. സത്യസന്ധത ചിലപ്പോൾ എന്തായിരിക്കും, ജോലിയുടെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നവും ജോലി എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളതായിരിക്കാം. മേ ബി ചിലവർക്ക് ശരിക്കും സത്യസന്ധമായിട്ട് ഉത്തരം പറയുന്നതായിരിക്കും അല്ലേ. അതായത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനും ട്രാവൽ ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരൊക്കെ നല്ല അങ്ങനെയുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ സെയിൽസ് പേഴ്സൺ, കുറച്ചും കൂടി സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പേഴ്സൺ സെല്ലിംഗ് എന്ന് പറയുന്നതൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ജോബായിട്ട് മാറും. അപ്പോൾ നമുക്ക് ചില സമയത്ത് ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തിലായിരിക്കും, അപ്പോൾ നമുക്ക് പല രാജ്യങ്ങളും കണ്ടേക്കാം അല്ലെങ്കിൽ കാണാനൊരു അവസരമാണ്.
അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോ രാജ്യങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോകുന്നു വരുന്നു അങ്ങനെയൊക്കെ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഏതിനും കൂടി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് ലീഡ്സ് ടു പ്രൊമോഷൻ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെയിൽസ് പേഴ്സൺ മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ട് പറയാനുള്ളൊരു ടോപ്പിക്ക്. സൊസൈറ്റിക്ക് ഗുണം പറഞ്ഞാൽ അവിടെ ആ ഒരു സ്ഥാപനം ടൂറിസം ഇൻഡസ്ട്രിയും ട്രാവലും ആ ഒരു ഏജൻറ്റും ടീമുകാർക്കൊക്കെ എന്താവുന്നു കുറച്ചും കൂടി ഇൻക്രീസ് ആവുന്നു, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ അവർക്കൊരു പ്രൊമോഷൻ ഉണ്ടാവും. ഓക്കെ, അവരുടെ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊമോഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്, ഈ ടൂറിസം ഇൻഡസ്ട്രീസ്. ഇതെല്ലാം സൊസൈറ്റിയിൽ ഇൻക്ലൂഡഡ് ആണല്ലോ ഈ പറഞ്ഞ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെയുള്ളത് പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ. പേഴ്സണൽ സെല്ലിംഗ് എൻഷ്യൂർസ് യൂണിഫോമിറ്റി ഇൻ കൺസംഷൻ ബൈ സെല്ലിംഗ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്റ്റ്. കാരണം ഇവിടെ സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്ട്സ് ആയിരിക്കും നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, വിൽപ്പനയ്ക്ക് കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ എല്ലാവർക്കും ഇവിടെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് എന്ന് പറയുന്നില്ല. അതായത് ആ പ്രൊഡക്റ്റ് വാങ്ങിയ ചെറിയവനും വലിയവനും ആര് വാങ്ങിയാലും ആ പ്രൊഡക്റ്റ് വാങ്ങുന്നവർക്ക് ഒരു യൂണിഫോമിറ്റി ഉണ്ട്. അവർക്ക് എന്താണോ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അതാണ് എല്ലാവർക്കും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അവിടെ ഒരു യൂണിഫോമിറ്റി ഉണ്ട്. ദെൻ ട്രിപ്പിൾ റിവാർഡ്സ്. സെയിൽസ്മാൻഷിപ്പ് ഓഫേഴ്സ് ട്രിപ്പിൾ റിവാർഡ്സ്. ഇറ്റ് ബെനിഫിറ്റ്സ് ഓൾ പാർട്ടീസ് ഇൻക്ലൂഡിങ് കസ്റ്റമേഴ്സ്, സെയിൽസ്മാൻസ് ആൻഡ് ദ കമ്പനി. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ, കാരണം ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. സെയിൽസ് പ്രൊമോഷൻ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സണൽ സെല്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊണ്ട്. അപ്പോൾ സെയിൽസ്മാൻഷിപ്പ് ഓഫേഴ്സ് ചെയ്യുന്നത് 3 ടീമുകാർക്കും റിവാർഡ്സ് ഉണ്ട്. കാരണം കസ്റ്റമേഴ്സിനും ഗുണമാണ്, സെയിൽസ്മാനും ഗുണമാണ്, കമ്പനിക്ക് ഗുണമാണ്. അതുകൊണ്ടാണ് ഇവിടെ ട്രിപ്പിൾ റിവാർഡ്സ് എന്ന് പറയാൻ കാരണം. കസ്റ്റമേഴ്സ് ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് പ്രോഡക്ട്സ് അല്ലേ. കസ്റ്റമേഴ്സ് എന്തായാലും ആ പറഞ്ഞ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ, അവർ സർവീസ് നൽകുവാണെങ്കിൽ അതിന് വേറെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സെയിൽസ്മാൻ ആണെങ്കിൽ അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്നുള്ളൊരു രീതിയിലാവും, സാലറിയിലോ ഇൻസെൻറ്റീവ്സിലോ എന്തെങ്കിലും ഇൻക്രീസ് കിട്ടും. കമ്പനിക്കാണെങ്കിലോ അവരുടെ മാർക്കറ്റിൻ്റെ ഷെയർ വാല്യൂ ഇൻക്രീസ് ആവും, സെയിൽസ് കൂടുന്നു, പ്രോഫിറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ ട്രിപ്പിൾ റിവാർഡ്സ് എന്ന് പറയാൻ കാരണം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. 3 ഹെഡ് ഉണ്ട്. വാട്ട് ആർ ദേ? ഇമ്പോർട്ടൻസ് ടു ബിസിനസ്മാൻ. ഇൻ ദാറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ്മാൻ കുറേ സബ് പോയിന്റ്സ് ഇസ് ദ അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് ഇമ്പോർട്ടൻസ് ടു സൊസൈറ്റി. അതിലും കുറച്ച് സൊസൈറ്റിക്കും ഉണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരുന്ന ഇമ്പോർട്ടൻറ്റ് ടു കസ്റ്റമേഴ്സ്. ഓക്കെ, ഇങ്ങനെ 3 പോയിന്റ്സ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഓരോ ഹെഡും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി എക്സാമിന് എസ്സേ ടൈപ്പ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാം എഴുതാം. അല്ല സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട് ആൻസറിൽ ഏതെങ്കിലും ഒരു പറയണം. ഇമ്പോർട്ടൻസ് ടു സൊസൈറ്റി എന്ന് പറയുകയാണെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ് യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ സൊസൈറ്റിക്ക് എന്താ ഗുണം പറ, നിങ്ങൾ അത് മാത്രം എഴുതി വെച്ചാലും മതി. ഇനി ടെക്സ്റ്റിൽ ഇല്ലാത്ത കുറേ പോയിന്റ്സ് നിങ്ങളുടെ മൈൻഡിൽ വരും. അതൊക്കെ നിങ്ങൾക്ക് അതുപോലെ ഇതുമായി റിലേറ്റപ്പെട്ട ഒരു കുറേ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം, തെറ്റില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് ഒരു കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.